ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 44ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ഇന്ന് 16 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് ബ്രമറാണ്. ബ്രസീലിയൻ താരമായ ഇദ്ദേഹം നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ യുവൻറ്റസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി എന്നിവരൊക്കെ ഈ പ്രതിരോധ നിര താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബ്രമറുമായി ബന്ധപ്പെട്ട ഈ റൂമർ പുറത്തുവിട്ടിരിക്കുന്നത് ടീം ടോക്കാണ്. ഇനി രണ്ടാമത്തേത് ഗോൾ കീപ്പറായ മൈക്ക് മൈഗ്നൻ ആണ്. അതായത് നിലവിൽ ചെൽസിക്ക് ഒരു പുതിയ ഗോൾ കീപ്പറെ എത്തിക്കാൻ ആഗ്രഹമുണ്ട്. AC മിലാൻ ഗോൾ കീപ്പറായ മൈക്ക് മൈഗ്നനിൽ ഒന്നുകൂടി അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത സമ്മറോടുകൂടി അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. വരുന്ന ജനുവരിയിൽ അദ്ദേഹവുമായി പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള ഒരു അവസരം ചെൽസിയെ കാത്തിരിക്കുന്നുണ്ട്. ഡെയിലി എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത് ഫെഡെ വാൽവർദയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ താരത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ട്. കോബി മൈനുവിനെ വിട്ടു നൽകാൻ യുണൈറ്റഡ് ഒരുക്കമാണ്. കൂടാതെ 50 മില്യൺ യൂറോയും അവർ നൽകും. പകരം യുണൈറ്റഡ് വാൽവർദയെ ആവശ്യപ്പെടും. ഡിഫൻസ സെൻട്രലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നാലാമത്തെ താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ്. നിലവിൽ ഈ താരം റയലിനകത്ത് അസന്തുഷ്ടനാണ്. ഇത് മുതലെടുക്കാനുള്ള ഒരുക്കത്തിലാണ് സൗദി അറേബ്യ ഉള്ളത്. താരത്തെ സ്വന്തമാക്കാൻ ഏതറ്റം വരെ പോകാനും സൗദി അറേബ്യ ഇപ്പോൾ ഒരുക്കമാണ്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വലിയ ശ്രമങ്ങൾ സൗദി അറേബ്യ നടത്തും എന്നാണ് ഡിഫൻസ സെൻട്രൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5 മാർക്ക് ഗ്യൂഹിയുമായി ബന്ധപ്പെട്ട റൂമറാണ്. അതായത് അടുത്ത സമ്മറിൽ ഫ്രീ ഏജന്റ് ആവുന്ന ഈ താരത്തെ സ്വന്തമാക്കാനാണ് ലിവർപൂൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ താരത്തിന് റയലിലേക്ക് വരാൻ താല്പര്യമുണ്ട്. റയലിലേക്ക് പോവാൻ താൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ഗ്യൂഹി തന്റെ ഏജന്റുമാരെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മിറർ ഫുട്ബോൾ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ആറാമത്തെ താരം അത് വില്യം സാലിബയാണ്. അതായത് ഈ താരത്തെ അടുത്ത സമ്മറിൽ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡ് ഒരു ശ്രമം നടത്തിയേക്കും. ആഴ്സണലുമായി ചർച്ചകൾ നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ 80 മില്യൺ യൂറോയാണ് താരത്തിന്റെ മൂല്യമായി കൊണ്ട് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ കൈവിടാൻ ഗണ്ണേഴ്സിന് ഒട്ടും താല്പര്യമില്ല. ഇനി ഏഴാമത്തെ താരം അത് കോബി മൈനു ആണ്. ഈ താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാനുള്ള ഒരുക്കത്തിലാണ്. വരുന്ന ജനുവരിയിൽ അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ടേക്കും. ഇറ്റാലിയൻ ക്ലബ്ബുകളായ യുവന്റസ്, റോമ എന്നിവരൊക്കെ ഈ താരത്തിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി 8 ഏർലിംഗ് ഹാലൻഡുമായി ബന്ധപ്പെട്ട റൂമറാണ്. FC ബാഴ്സലോണയ്ക്ക് ഈ താരത്തിലുള്ള താല്പര്യം വർദ്ധിച്ചു വരികയാണ്. ലെവൻഡോസ്കിയുടെ ലോങ് ടേം റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ടാണ് FC ബാഴ്സലോണ ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഫുട്ബോൾ ഇൻസൈഡർ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 9 എൻട്രിക്ക്. വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഈ ബ്രസീലിയൻ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ ന്യൂകാസിൽ യുണൈറ്റഡിന് താല്പര്യമുണ്ട്. അവർ റയലിനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫിഷാജസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 10 ബെർണാഡോ സിൽവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഈ താരം അടുത്ത സമ്മറിൽ ഫ്രീ ഏജന്റ് ആവുകയാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ FC ബാഴ്സലോണക്ക് താല്പര്യമുണ്ട്. അതായത് ബാഴ്സയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ഫിഷാജസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 11 റൊണാൾഡ് അരൂഹോ. ഇദ്ദേഹത്തിന്റെ സഹതാരമായിരുന്ന ലൂയിസ് സുവാരസ് താരത്തിന് ഒരു ഉപദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് അടുത്ത സമ്മറിൽ FC ബാഴ്സലോണ വിട്ടുകൊണ്ട് ലിവർപൂളിലേക്ക് പോവാനാണ് സുവാരസ് അരോഹോയോട് പറഞ്ഞിട്ടുള്ളത്. താരം ബാഴ്സലോണ വിടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. 12 ഫ്രങ്കി ഡിയോങ്. വരുന്ന സമ്മറിലാണ് ഈ താരത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുക. ഈ കോൺട്രാക്ട് പുതുക്കുന്ന കാര്യത്തിൽ ഇതുവരെ പ്രോഗ്രസ്സുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. ബയേൺ മ്യൂണിക്ക്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവരൊക്കെ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 13 കാർലോസ് ബലേബ. അതായത് നിലവിൽ ബ്രൈറ്റന് വേണ്ടിയാണ് ഈ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. കഴിഞ്ഞ സമ്മറിൽ അവർ ശ്രമിച്ചിരുന്നു, ഫലം കണ്ടില്ല. ഇപ്പോൾ ഇതാ ലിവർപൂൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ടീം ടോക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 14 കോണർ ഗല്ലഗർ ആണ്. വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ടോട്ടൻഹാം ശ്രമിച്ചേക്കും. പക്ഷേ വെറുതെ അങ്ങനെ ഈ താരത്തെ നഷ്ടപ്പെടുത്തി കളയാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നില്ല. 50 മില്യൺ പൗണ്ട് ഈ താരത്തിന് വേണ്ടി അവർ ആവശ്യപ്പെടും എന്നാണ് ഫുട്ബോൾ ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 15 സെർജിയോ റെഗിലോൺ ആണ്. അതായത് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം ടോട്ടൻഹാം വിട്ടിരുന്നു. നിലവിൽ താരം ഫ്രീ ഏജന്റ് ആണ്. എവർട്ടൺ, വെസ്റ്റ് ഹാം യുണൈറ്റഡ് എന്നിവരൊക്കെ റെഗിലോണിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 16ാമത്തേത് റയാൻ ഗ്രാവൻബെർച്ചുമായി ബന്ധപ്പെട്ട റൂമറാണ്. അതായത് ഈ മധ്യനിര താരത്തെ സ്വന്തമാക്കാൻ
റയൽ മാഡ്രിഡിന് താല്പര്യമുണ്ട്. 75 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ മൂല്യം. പക്ഷേ ലിവർപൂൾ താരത്തെ കൈവിടാൻ സാധ്യതയില്ല. ഫിഷാജസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 16 താരങ്ങളുമായി ബന്ധപ്പെട്ട റൂമറുകളാണ് ഇത്തവണ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.